ഹലോ, ഇന്നൊരു വെറൈറ്റി ചാലഞ്ച് ആണ്. ഒരു ദിവസം 24 hours അല്ലേ, അപ്പം 24 items ചാലഞ്ച് ആണ് ഇന്ന് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നത് പുട്ടാട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ പാലാട്ടോ അതിന് പകരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇടയാണ് ഞാൻ ഒരു പുട്ട് മുഴുവനായിട്ടും കഴിക്കാൻ തുടങ്ങിയത്. എനിക്ക് പുട്ട് തീരെ കയറില്ല കേട്ടോ. അങ്ങനെ ആദ്യത്തെ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പീനട്ട് ബട്ടർ അല്ല, ബട്ടർ ഇല്ലാത്ത പീനട്ട് മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിലിട്ട് വെച്ചതാണ്. അങ്ങനെ കുറച്ച് കടല കഴിച്ചതിന് ശേഷം ലേസ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ 4ാമതായിട്ട് നമ്മൾ ലേസ് കഴിച്ചു കേട്ടോ. എനിക്ക് ഈ പച്ച ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ ചോറ് വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു നൂഡിൽസും പിന്നെ ഒരു എഗ്ഗ് ബുൾസയല്ല ഒന്ന് പൊരിച്ച് കഴിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് പാടിട്ടിട്ടുണ്ടായിരുന്നു ആ നൂഡിൽസിൽ, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ എരിവ് മാറ്റാനായിട്ട് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു. വാനില ഫ്ലേവർ ആണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തേനുണ്ട എടുത്ത് കഴിച്ചു. ഞാൻ ഇതെല്ലാം ഒരുമിച്ച് കഴിക്കുന്നതൊന്നല്ല, കുറേ ടൈം എടുത്തിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. എനിക്ക് ഒരുമിച്ച് കഴിക്കാനൊന്നും തീരെ പറ്റില്ല. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഡേറ്റ്സിൽ ഇട്ടിട്ട് ഒരു അച്ചാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. എനിക്ക് ഈ ഉപ്പിലിട്ടത്, അച്ചാർ, ആ വക സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ കുറച്ച് അച്ചാർ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓറിയോ ബിസ്ക്കറ്റും ഒരു ലിച്ചി ഫ്ലേവർ ഡ്രിങ്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലിച്ചി ഫ്ലേവർ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, എന്തോ ഒരു ലോക്കൽ ടേസ്റ്റ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഈവനിങ് ടൈം ആയപ്പം ഒരു കോഫി ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചായ കുടിക്കലില്ലല്ലോ, അതുകൊണ്ട് ഒരു കോഫി. അതിന്റെ കൂടെ ഒരു മിൽക്ക് ബ്രെഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സോഫ്റ്റ് ബ്രെഡ് ആണ്, അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാനൊരു 3-4 ഉണക്കമുന്തിരിയും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികവും ഞാൻ എടുത്തിട്ടുള്ളത് അത്ര ഹെവി അല്ലാത്ത ഫുഡ്. അതാവുമ്പോൾ അത്ര ഹെവിനെസ് തോന്നൂല, ഒരു ബൾക്കി ഫീലിംഗ് തോന്നൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് ഒരു കുറച്ച് ഭാഗം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങനെയും നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ 2 മിഠായി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡയറി മിൽക്കും പിന്നെ ഒരു ഓൾച്ചി ഉണ്ടല്ലോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കുന്നത്. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പല്ല് വേദന എടുക്കാൻ തുടങ്ങി. അടുത്ത പല്ല് വേദനക്കുള്ള സ്കോപ്പാണ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പയിൽ വന്നേരം ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടി അവിടെ നിന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഫെല്ലുവിൻ്റെ കുറുക്കലാക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന കൽക്കണ്ടാണ്, അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഉമ്മ തേങ്ങ ചെറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിക്ക് അരച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10-10:30 മണിക്കാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 10ലും നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ച് ഐറ്റംസ് ബാക്കിയുണ്ട് അത്രേ. അങ്ങനെ ഞാൻ തപ്പിയപ്പം കിട്ടിയതാണ് ഈ ഒരു നട്ട്സ്. എൻ്റെ മൂസ്കാക്കാൻ്റെ ഉമ്മ തന്നതാണ് കേട്ടോ. അങ്ങനെ അത് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ മുസമ്പി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഷ്ണം മുസമ്പി മുറിച്ച് കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് ഈ ഒരു ബൂസ്റ്റിൻ്റെ പൊടി കിട്ടി. അങ്ങനെ ഒരു ബൂസ്റ്റിൻ്റെ പൊടിയും കഴിച്ചിട്ട് നമ്മളെ ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി ഇങ്ങനത്തെ ചാലഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ.